ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിക്ക് ഡേയുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെയുള്ള കുറച്ച് ജോലികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ രാവിലത്തെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ഫ്രീ ഓഫ് ഡേ ആണ് കേട്ടോ, ഇന്ന് പിള്ളേർക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ നല്ല റിലാക്സ് ചെയ്തിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിക്ക് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തലേദിവസത്തെ കുറച്ച് മാവ്, ദോശമാവ് തലേദിവസം അരച്ചതിൻ്റെ മിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഞങ്ങൾക്കുള്ള മാവുണ്ട്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു 3-4 ടൊമാറ്റോ ഒക്കെ കുറേ ആയി മേടിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കേടായിട്ടുണ്ട്. 1.25 മാസമായിട്ടുണ്ട് കേട്ടോ. ഓഫർ എന്തോ വന്നപ്പോൾ കുറച്ചധികം മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചീത്തയായതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ എടുത്തുനിന്ന് എന്തായാലും ടൊമാറ്റോ ചട്നി ആക്കാമെന്ന് വിചാരിച്ച് കണ്ട. അതായത് ഇതുപോലെയാണ് കേടായേക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷനൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എല്ലാം ചെറുതാക്കിയിട്ട് ഒത്തിരി ചെറുതൊന്നും ആക്കണ്ട. നമ്മൾ ടൊമാറ്റോ ചട്നി ഇങ്ങനെ വഴട്ടിയിട്ടാണല്ലോ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ ചട്നിക്ക് നമ്മൾ ആദ്യം ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്നും നമ്മൾ ഇതുപോലെ പൊരിച്ച് മാറ്റി വയ്ക്കുക. കരിഞ്ഞു പോവാതെ ജസ്റ്റ് പൊരിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം സെയിം ഓയിലിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്തത് ടൊമാറ്റോ ആയതുകൊണ്ടാണ് ഞങ്ങൾ ടൊമാറ്റോ ഇട്ട് കൊടുത്തത്. 2 ടൊമാറ്റോയും ഒനിയനും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലാണ് ഒനിയൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതിന് ഒരു ഒനിയനാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒനിയനും കൂടെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും നമ്മുടെ ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഇത്തിരി ഇറുകി പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ എണ്ണ എല്ലായിടത്തും പറ്റാവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ടൊമാറ്റോയും അതുപോലെ ആ ഒരു സവോളയും ഒന്ന് കുക്ക് ചെയ്യണം. ഒന്ന് സോഫ്റ്റായി വരാനായിട്ട് ഒന്ന് മൂടി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തണുക്കുമ്പോൾ മിക്സിയിൽ ഈ ഒരു മുളകിൻ്റെ കൂടെ ഈ ഒരു ടൊമാറ്റോയും അതുപോലെ തന്നെ സവോള വഴറ്റി ആ ഒരു മിക്സും കൂടി ഇട്ട് അരച്ചെടുത്താൽ നമുക്ക് ടൊമാറ്റോ ചട്നിക്കുള്ള സംഭവം റെഡിയാവും. ജസ്റ്റ് പിന്നെ ഒന്ന് കടുക് പൊട്ടിച്ചാൽ മതി. അപ്പോൾ ടൊമാറ്റോ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ അവിടെ എടുത്തിട്ടുള്ള പാത്രങ്ങളും നൈഫും കട്ടിംഗ് ബോർഡും ഒക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലീനിങ്ങോട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. കുക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ടാവും.
മക്കൾ രണ്ടുപേരും പാല് കുടിക്കില്ല കേട്ടോ, രാവിലെ ചായ ഒന്നും കുടിക്കില്ല, അവർക്ക് കട്ടൻ കോഫി മതി. പിന്നെ അവർക്ക് കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ പ്ലേറ്റൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ ദോശ ഇടുമ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ദോശയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഗീ ആണോ നല്ലെണ്ണയാണോ യൂസ് ചെയ്യുന്നതെന്നൊന്ന് പറയണേ. അപ്പോൾ കടുകും കരിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് അതിലിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് ഞാൻ വെജിറ്റബിൾസൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഇരിക്കുകയായിരുന്നു, പക്ഷേ ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി കിടന്നു കേട്ടോ. ഭയങ്കര ബാക്ക് പെയിനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു 2:30 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ 2 ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ, ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. കഴിച്ചു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര എണ്ണയായിരുന്നു, ഭയങ്കര ഓയിലായിരുന്നു. അതുപോലെ ബീഫ് ബിരിയാണിക്ക് ഉപ്പും എരിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളും ഒരു ചിക്കനും ഒരു ബീഫാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ലാവിഷായിട്ട് കഴിച്ച് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയൊട്ടും വയ്യാഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.